നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനകളിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം, അതുപോലെ വടകര MP ഷാഫി പറമ്പിൽ അവർ സ്വീകരിച്ച നിലപാടുകളിൽ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ തട്ടിക്കയറുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത്. ഈ നടപടി ശരിയാണോ എന്ന ചോദ്യത്തിന് രണ്ട് പക്ഷമുണ്ട്. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും അതിരൂക്ഷമായി വിമർശിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. അരുൺകുമാർ നയിക്കുന്ന മീറ്റ് ദ എഡിറ്റർ പരിപാടിയിലാണ് അങ്ങനെ ഒരു വിമർശനം ഉയർന്നത്. രാഹുൽ മാങ്കൂട്ടം MLA ഇത്രമാത്രം ശോഭിക്കാൻ എന്ത് തെറ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ചെയ്തതെന്നാണ് റിപ്പോർട്ടറിന്റെ ടീം ചോദിക്കുന്നത്. ചർച്ച നയിച്ച മാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ സഞ്ചരിച്ച ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നു എന്നവർ പറയുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച വാഹനങ്ങളും പരിശോധിച്ചു. ഈ നേതാക്കന്മാരെക്കാൾ വലിയ പുള്ളിയാണോ ഈ രാഹുൽ മാങ്കൂട്ടം എന്നാണ് അരുൺകുമാർ ചോദിക്കുന്നത്. അരുൺകുമാറിന്റെ വിമർശനങ്ങൾ കേട്ടുനോക്കൂ. പ്രേക്ഷകർക്ക് തീരുമാനിക്കാം ആരുടെ ഭാഗത്താണ് ന്യായമെന്ന്. ആ വാക്കുകളിലേക്ക് നോക്കൂ. ഇതാദ്യമായിട്ടാണോ ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുന്നത്? ഞാൻ 2-3 കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാം. ഒന്ന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും നമ്മൾ പോലും ചർച്ച ചെയ്തൊരു വിഷയമാണ്. രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചു. അതുപോലെ ചർച്ചയായി വരുന്ന ഘട്ടത്തിൽ BJP നേതാക്കൾ തിരിച്ച് വീണ്ടും ചില വീഡിയോ വിട്ടു. അവിടെ അമിത്ഷായുടെ, യോഗി ആദിത്യനാഥിൻ്റെ, എല്ലാ മുതിർന്ന നേതാക്കളുടെയും ഹെലികോപ്റ്ററുകളും വാഹനങ്ങളും ചെക്ക് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടെടുക്കുന്നില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ. ഇതിവിടെ നടക്കുന്നൊരു രീതിയാണെന്നേ. എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊരു ചെക്കിംഗ് ആവശ്യമാണ് എന്ന ഒരു നിലപാടിലേക്ക് എത്തിയത്? നമുക്കറിയാമോ, TN ശേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവുന്നതിന് മുൻപൊരു കാലവും TN ശേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയതിനു ശേഷവും മറ്റൊരു കാലവുമാണുള്ളത്. തിരഞ്ഞെടുപ്പിൽ മസിൽ പവറും മണി പവറും കൃത്യമായി ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ TN ശേഷൻ അത് ഒഴിവാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാര പ്രയോഗം പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൂപ്രണ്ട് ചെയ്യാനുള്ള, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുമുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഏജൻസി ആ അധികാരം ഉപയോഗിക്കുകയാണ്. ആദ്യത്തെ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലയ്ക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ ആ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നത് പോലെ ചട്ടപ്രകാരം നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ പ്രധാനമന്ത്രി എന്നില്ല, അതിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചിട്ടുണ്ട്, അമിത്ഷായുടെ കാറ് പരിശോധിച്ചിട്ടുണ്ട്. എന്തിനേറെ, നമ്മുടെ മുൻപിലുണ്ടല്ലോ 2024 മെയ് മാസത്തിൽ ബീഹാറിൽ സമസ്തിപൂരിൽ ക്യാമ്പയിൻ എത്തുന്ന മല്ലികാർജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെയേക്കാൾ വലിയ ആളാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ? 2024 ഏപ്രിൽ മാസത്തിൽ ഇവിടെ നീലഗിരിയിലെ താളൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് കോളേജിൽ ക്യാമ്പയിൻ എത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നുണ്ട്. 2024 നവംബർ മാസത്തിൽ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ എത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നുണ്ട്. അത് ആ സമയത്ത് ഹെലികോപ്റ്റർ പരിശോധിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു, ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിലേക്ക് പോയി പരിശോധന നടത്തുന്നു. രാഹുൽ ഗാന്ധി അവരോട് ഇത് തുറന്ന് പരിശോധിച്ചിട്ട് പോയാൽ മതി, ഈ ബാഗ് നിങ്ങൾ തുറക്കൂ, ഈ പറയുന്ന നാടകങ്ങളും ഷോകളും ഒന്നും അവിടെ നടത്തിയില്ല. രാഹുൽ ഗാന്ധി പുഞ്ചിരിച്ച് ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി നേരെ അവിടെ തന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുന്ന നേതാക്കന്മാരെ പോയി കണ്ട് കൈ കൊടുത്ത് ശാന്തമായി പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഇതൊരു തിരഞ്ഞെടുപ്പ് വിവാദമായി മാറി. കാരണം പക്ഷപാതപരമായിട്ട് മറ്റ് ഹെലികോപ്റ്ററുകൾ പരിശോധിക്കുന്നില്ല. ആ സമയത്താണ് BJP മറ്റു ചില ദൃശ്യങ്ങൾ കൂടി പങ്കുവച്ചത്. അവിടെയാണ് അമിത്ഷായുടെ അടക്കമുള്ള ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന, അവരുടെ വാഹനങ്ങൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിൽ പണം മാത്രമല്ല ഒഴുക്കുന്നത്, ലഹരി ഒഴുക്കുന്നുണ്ട്, ആയുധങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ തടയുക എന്നുള്ളത്, മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനും അപ്പുറത്തേക്കുള്ള പോസ്റ്ററുകൾ, ക്യാമ്പയിൻ മെറ്റീരിയലുകൾ കൊണ്ടുവരുന്നത്, ഇതെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒബ്സർവർമാരെ നിയോഗിക്കുന്നത്, അതോടൊപ്പം തന്നെ ചെക്ക് പോസ്റ്റുകൾ നിയോഗിക്കുന്നത്. എങ്ങനെയാണ് ചെക്ക് പോസ്റ്റുകളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചെക്കിംഗ് നടത്തുന്നത്? പ്രധാനമായിട്ടും ഫ്ലൈയിങ് സ്ക്വാഡ്സിനെയും സ്റ്റാറ്റിക് സർവൈലൻസ് ടീംസിനെയുമാണ് ഇതിലൂടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നിലമ്പൂരിൽ കണ്ടത് അവിടെ സ്റ്റാറ്റിക് സർവൈലൻസ്
ടീംസ് ആണ്. എന്താണ് സ്റ്റാറ്റിക് സർവൈലൻസ് ടീം? ഫ്ലൈയിങ് സ്ക്വാഡ് എന്ന് പറയുന്നത് നമ്മൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം വാഹനങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരുണ്ടാവും. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവും, CRPFൻ്റെയോ BSFൻ്റെയോ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും. സർക്കാരിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ളൊരു ഉദ്യോഗസ്ഥനുണ്ടാവും, ഒരുപക്ഷെ ഒരു ഒബ്സർവർ ഉണ്ടാവും. ഇങ്ങനെയാണ് ഫ്ലൈയിങ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെയാണ് സ്റ്റാറ്റിക് സർവൈലൻസ് ടീം SST എന്ന ടീം പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 4 CCTV ക്യാമറ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏതെങ്കിലും വാഹനം ഈ SST ടീം പരിശോധിക്കാതെ പോയാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് അതിൻ്റെ കുഴപ്പമുണ്ടാവുക. ആ ഉദ്യോഗസ്ഥർ അതിന് റിപ്പോർട്ട് നൽകേണ്ടി വരും. ആർക്ക്? വരണാധികാരി കൂടിയായ കളക്ടർക്ക് നൽകേണ്ടി വരും, കളക്ടർ ഇലക്ഷൻ കമ്മീഷൻ നൽകേണ്ടി വരും. അപ്പോൾ ആ CCTVയിലൂടെ സമഗ്രമായിട്ടുള്ള സർവൈലൻസ് ഉറപ്പാക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ പരിശോധന നടത്തുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ആ വഴി കടന്നു പോകുമ്പോൾ, ആ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ പൗരന്മാരും തീർച്ചയായിട്ടും ആ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. 50,000 രൂപയിൽ കൂടുതൽ നിങ്ങൾ ക്യാഷുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ രേഖകൾ കാണിക്കണം. അതല്ലെങ്കിൽ ആ പണം പിടിച്ചു വയ്ക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് 51,000 രൂപയാണുള്ളത്, വേണ്ടി വന്നാൽ പിടിച്ചു വയ്ക്കാം. 2 ലക്ഷം രൂപയുമായി ക്യാഷുമായിട്ട് ഒരാൾ ആ മണ്ഡലത്തിലൂടെ കടന്നുപോയാൽ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ അത് പിടിച്ചു വയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ SST ടീമിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതടക്കം പരിശോധിക്കുന്നത് ഈ SST ആണെന്നിരിക്കെ ഈ വിവരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന